ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിച്ചു ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു മലേഷ്യയിലെ കാട്ടിലൂടെ ഒരു സാഹസിക യാത്ര നടത്താൻ പോവുകയാണ്. ഞങ്ങളൊരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവിടെ ഗ്രൂപ്പായിട്ടാണ് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് യാത്ര. ഇവിടുത്തെ മലേഷ്യയിലുള്ള ഒരു ഗൈഡും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ രാവിലെ റൂമിൽ നിന്ന് 2:30-ക്ക് ഇറങ്ങി. ഈ സ്പോട്ടിലെത്തിയപ്പോൾ 4 മണിയായി. അങ്ങനെ 4:30-ക്ക് തന്നെ യാത്ര ആരംഭിച്ചു. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. പരിചയമില്ലാത്ത വഴി, പിന്നെ മൊബൈലിൻ്റെ ഫ്ലാഷൊക്കെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുന്നും മലയൊക്കെ കയറി. ചെറുതായിട്ട് വെട്ടം വീണപ്പോൾ ഈ മലേഷ്യയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇച്ചിരി നേരം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കും. ഇവിടെ ഇച്ചിരി ലേറ്റായിട്ടാണ് സൂര്യൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണൽ മിക്സ് മണ്ണാണ്. അപ്പോൾ അത് ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും. അങ്ങനെ കുന്നും മലയൊക്കെ കയറി മുകളിലേക്ക് എത്തിയപ്പോൾ കുറച്ച് വെട്ടമൊക്കെ ആയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇതിപ്പം മലേഷ്യയിലെ ഉള്ളൊരു സ്ഥലത്തിലാണ്. അപ്പം മലേഷ്യയിൽ നിന്ന് വരുവാണെങ്കിൽ ഒരു 6 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ഇവിടെ എത്തുള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പേര് ബുത്തിക് സെലീൻ സിംഗ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ പേരുകളൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കോലാപ്പുല ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയൊരു കുന്നാണ്. ഈ കുന്നിന് ചുറ്റും കാടാണ്. കുന്ന് കാടാണ്, കുന്നിന് ചുറ്റും കാടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഈ ചെറിയ ഇടവഴികളാണ്. ജസ്റ്റ് കാലൊന്ന് സ്ലിപ്പായാൽ താഴേക്ക് പോകും. താഴെ ഉൾക്കാടാണ്. പിന്നെ പൊടി പോലും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഗൈഡ് പറഞ്ഞത് അങ്ങനെ. ഗൈഡ് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണ് സംഭവം എന്ന്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു കുന്നിൻ്റെ അടിവാരത്തെത്തി. അവിടുന്ന് കയറാൻ ഇച്ചിരി ടാസ്ക്കായിരുന്നു. ഇപ്പം കൂടെ വന്നവരെല്ലാം മലേഷ്യ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കൊക്കെ ഈ കുന്നുമലയൊക്കെ കയറാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ച് കുന്നും മലയിലൊക്കെ കയറി ഇറങ്ങി വളർന്നുകൊണ്ട് എനിക്കിതൊരു വലിയ സീനല്ല. പുഷ്പം പോലെ കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു താഴ്വാരത്തെത്തി. ഒരു 6:30 ആയപ്പോഴത്തേന് താഴ്വാരത്തെത്തി. അപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരിക, ചുമന്ന് ഇങ്ങനെ വരികയാണ്. അത് അടിപൊളി ഒരു വ്യൂ ആണ്. ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇവിടെ ഫുഡൊന്നും കിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് ബ്രെഡും പഴവും വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങളതൊക്കെ കഴിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഞങ്ങളുടെ ഗൈഡ് അടിപൊളിയാണ് കേട്ടോ. ഗൈഡ് ഭയങ്കര ഒരു ക്യാമറമാനാണ്. പുള്ളി അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെ വെറൈറ്റി ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ കുറച്ച് ഒരു 2.5-3 മണിക്കൂറായപ്പോഴത്തേനും ഇതിൻ്റെ ഒരു കാൽഭാഗം പോലും ആയിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ കാഴ്ചകളെല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അത്രത്തോളം കാഴ്ചകളുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 പാർട്ടായിട്ട് ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ നമ്മുടെ കൂടെ വന്ന ഗൈഡ് പുള്ളി മലേഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഇന്ത്യ ഭയങ്കര ഇഷ്ടമാണെന്നും ഇന്ത്യക്കാരെ ഇഷ്ടമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഉറപ്പായിട്ടും ഇന്ത്യ കാണാൻ വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ അരുവികളൊക്കെ ഉണ്ട്. പക്ഷേ അരുവിയിലെ വെള്ളം പ്യുവർ വൈറ്റ്, നമ്മുടെ വെള്ളത്തിൻ്റെ കളറല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണ് എപ്പോഴും മണ്ണിൽ തട്ടി വരുന്നതുകൊണ്ട് ഇതിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളിക്കാരനാണ് ഇന്ത്യ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ പുള്ളി ചാടിയാണ് നിൽക്കുന്നത്. അവർക്ക് ഡെയിലി ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വരാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ വെയിലാണ്. പിന്നെ ഇവിടുന്ന് യാത്രകളുണ്ടാവില്ല. രാവിലെയുള്ള യാത്രകളേ ഉണ്ടാവുള്ളൂ. പിന്നെ വെയിലായതുകൊണ്ട് കാടാണ്, ചൂടാണ്. അതുകൊണ്ട് പിന്നെയുള്ള യാത്രകൾ ഉണ്ടാവില്ല. അതിമനോഹരമായ സ്ഥലങ്ങളാണ്. നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ ഏകദേശം ഒരു പകുതിയോളം എത്താറായി. ഇവിടെല്ലാം മറ്റേ ചുണ്ണാമ്പ് കല്ലുകൾ ഇങ്ങനെ ചെറിയ കട്ട് പീസായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. താഴോട്ടൊക്കെ നോക്കുമ്പം ഒന്നും കാണാനില്ല. അടിയിൽ ഭയങ്കര അഗാധമായ കുഴിയാണ്. പിന്നെ കുറേ മൃഗങ്ങളുടെ കരച്ചിലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കാൻ പറ്റും.
അങ്ങനെ നമ്മളിപ്പം നടന്ന് ഒരു ഇതൊരു സ്തൂപം വെച്ചിട്ടുണ്ട്. അത് മഴ നനയാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ ഇനി എന്താണെന്നറിയില്ല. അവിടെ ഒരു ബോർഡൊന്നുമില്ല. അതൊരു മലയുടെ സെൻറ്ററാ. ഇനി ഇതിൻ്റെ താഴോട്ട് നമുക്ക് നടക്കാനുള്ളത്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് ഞങ്ങൾ പോയ ഗ്രൂപ്പ്. ഓക്കെ, ബൈ.